ഹലോ, എല്ലാവർക്കും അമൃത ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും, ഇന്ന് ഇവിടെ ഇതാണ് ഇത് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണമാണ്. അത് നമുക്ക് നാട്ടിൽ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല, ഏഷ്യൻ കൺട്രീസിലൊന്നും കാണാൻ പറ്റില്ല. നോർത്ത് അമേരിക്കയിലൊക്കെയാണ് ഇത് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ന്യൂ ഹാംഷെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ വിസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോകാണ്ട് വർക്ക് ഫ്രം ഹോം വിദഗ്ധമായി എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആകാശം നോക്കി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 12 മണിയായിട്ടുണ്ട്. നാട്ടിൽ 9 ഞങ്ങളായിട്ടുണ്ട്. അപ്പം നോക്കട്ടെ, എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇറക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒന്നും വാങ്ങിയിട്ടില്ല. മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ക്യാമറയിൽ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് രാത്രിയാവും എന്നൊക്കെയാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാത്രിയാവും, കുറച്ച് സമയത്തേക്ക് ഗ്രഹണം തീരണ വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കാവും, അങ്ങനെയാണ് പറയണേ. നോക്കാം. ഇപ്പം സമയം 3 മണിയാണേ. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ഇരുട്ടാവുന്നത് പോലെ ഉണ്ട്. ചില ആൾക്കാർ ഇവിടെ പുറത്തിറങ്ങി മറ്റേ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. ഞാൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ രാത്രിയായി ഗൈസ്. ആകാശം നോക്കട്ടെ, ക്യാമറ അടിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ 3 മണിയാണ് കേട്ടോ. എല്ലാവരും സൂര്യനെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ബേറൈസ് നോക്കാൻ പാടില്ല എന്നാണ് പറയണത്. നോക്കട്ടെ, ഞാൻ നോക്കുന്നില്ല, നിങ്ങൾ നോക്കോളൂ. എന്തെങ്കിലും വ്യത്യാസം എന്താ എനിക്കൊന്ന് മനസ്സിലാണ്. എനിക്ക് നോക്കാൻ പേടിയുണ്ട്, അത് കാരണം ഞാൻ നോക്കാത്തേ. എനിക്ക് ഇത്രേ കിട്ടിയില്ല കേട്ടോ. എനിക്ക് സൂര്യൻ അത്ര ഫോക്കസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ ഞങ്ങളുടെ മലയാളികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഈ സ്പെക്സ് ക്യാമറ കവർ ചെയ്തൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിലത്തെ ഒരു ചേട്ടൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സുജയ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അവരോട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിതാ ഇപ്പം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ സൂര്യൻ ഒരു 7% വിസിബിളാണ്. ആ മഞ്ഞ കളറിൽ ചന്ദ്രനെ പോലെ കാണുന്നത് സൂര്യനാണ്. പക്ഷെ ശരിക്കും ഇത് 100% സൂര്യനെ മറയ്ക്കേണ്ട ഇതാണ്. നമ്മുടെ സ്ഥലത്ത് ഇത്രേ വിസിബിളുള്ളൂ. അപ്പോൾ സോളാർ എക്ലിപ്സ് കഴിഞ്ഞു കേട്ടോ. 3:28 ആകുമ്പോഴത്തേക്കും ഇവിടെ വെളിച്ചം വന്നു. 29 ആകുമ്പോഴത്തേക്കും വെളിച്ചം വന്നു. ഇപ്പം ശരിക്കും പകല് പോലെയായി. ഇരുണ്ടോ? കംപ്ലീറ്റ്ലി ഇരുണ്ടിട്ടില്ല. ഒരു 93% ഇരുണ്ടു. 7% സൂര്യനെ കാണാൻ പറ്റി. 93% കവറായിണ്ടായി സൂര്യൻ ഈ ഒരു ഏരിയയിൽ. 7% വെളിച്ചമാണ് നിങ്ങൾ കണ്ടില്ലേ അവിടെ, കുറച്ച് ഇരുട്ടായ പോലത്തെ വെളിച്ചം. അത് എന്താല്ലേ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത്. പക്ഷെ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ 100% ഒക്കെ ആയാലും ഇവിടെ ഇല്ല ആക്ച്വലി. ഇങ്ങനെ ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റിലൊക്കെ ഉണ്ട്. നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് ന്യൂ ഇംഗ്ലണ്ടിലാണ് ഇത് അധികം വിസിബിൾ. പക്ഷെ ഇവിടെ ഉണ്ടായി. അപ്പം ഞാനൊരു ഫോട്ടോ ഇതിൽ ഇട്ടേക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലാസ് വഴി എടുത്ത ഫോട്ടോയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണുകൂത്തിക്കൊണ്ട്, ഞാൻ ഗ്ലാസ്സില്ലാത്ത കാരണം കണ്ണുകൂത്തിക്കൊണ്ടാ സൂര്യനെ കണ്ടില്ല. ഞാൻ ഇനി ക്യാമറയിൽ നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതത്ര വിസിബിളായി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഒരു മെമ്മറിക്ക് നമുക്കായാലും ഇങ്ങനെ നമ്മളൊരു വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായി എന്നുള്ളത് കുറേ കാലം കഴിഞ്ഞാൽ ഓർക്കാലോ. അപ്പോൾ ശരി, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ. പുതിയൊരു വീഡിയോ ആയിട്ട് നീ കാണുന്നത് വരെ ടാറ്റ. ടേക്ക് കെയർ.